അതുകൊണ്ട് അവർക്ക് അള്ളാഹു ഉടമാധികാരം വരെ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ മലപ്പുറത്തുനിന്ന് പറഞ്ഞിരുന്നല്ലോ, മഹാനരായ അബൂ ഹനീഫത്തുൽ കൂഫി മഹാനവറുകളുടെ ഒരു വരി ഖസീദത്തുൻ നുഅ്മാനിയയുടെ ലാസ്റ്റ് ഭാഗത്ത് വിളിക്കുന്നുണ്ട്. ആരെ? മുഹമ്മദുർ റസൂലുള്ളാഹ്. യാ മാലികി കുൻ ശാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗിനാക. നബിയേ, യാ മാലികി, എൻ്റെ ഉടമക്കാരനായ, എൻ്റെ ഉടമസ്ഥനായ നബിയേ, നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. കണ്ടോ അവിടുത്തെ വിളി, ഇന്നി യാ മാലിക്കി എന്നാണ്. യാ മാലിക്കി. ഇയാളിങ്ങനെ പറഞ്ഞിട്ട് കൊടുത്ത കൈവൊക്കെ ഇങ്ങനെ നിഷേധിച്ച് വന്നിട്ട് പറയാണ്, ഞങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം, അവർ AP സമസ്ത പറഞ്ഞതിൻ്റെ അർത്ഥം അമ്പിയാ ഔലിയാക്കന്മാര് നിമിത്തം മാത്രമാണ്. നിമിത്തം തന്നെ വലിയ ഫضലാത്ര. അയാൾ പറയാ നിമിത്തം കിട്ടി തന്നെ വലിയ സംഭവമാണ്. അതല്ലാതെ അല്ലാത്ത ഒരാളെ കുറിച്ച് ഉടമക്കാരനെന്നോ മാലിക്കെന്നോ ഉടമസ്ഥനെന്നോ പറയാനേ പാടില്ല. അങ്ങനെ പറയൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമേ അല്ല. ഇയാളെ എനിക്ക് KNM-ന്റെ പ്രസിഡന്റ് ആക്കാനല്ലാതെ വേറെ എന്തിനെങ്കിലും പറ്റുമോ? ഓലെന്നെ സ്വീകരിക്കൂല. ഓലെന്നെ പറയും ഇങ്ങനത്തെ പൊട്ടപ്പോയത്തൊന്നും ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഇന്നലെ ഒമാനൂർ എന്ന് പറഞ്ഞതാണ്, കേൾപ്പിച്ചു കൊടുക്കുക. ഹജ്ജല്ലെന്നുണ്ട് കാര്യമില്ല. അപ്പൊ ബാപ്പ ഉമ്മ നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ നിമിത്തമായാൽ തന്നെ വലിയ സ്ഥാനമുണ്ട്. അല്ലാതെ ഉടമസ്ഥൻ അത് അല്ലാഹുവാണ്. ഒരിക്കലും തന്നെ ഒരു മഹാനെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഉടമസ്ഥനാണെന്ന് വിശ്വസിക്കുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് രാവിലെയും വൈകുന്നേരവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ് പ്രഖ്യാപിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. സുന്നത്തി ജമാഅത്തിന് ശിർക്ക് ഉണ്ടാവും എന്നുള്ള പേടിയൊന്നും ഒറ്റ മുജാഹിദിനും വേണ്ട, ജമാഅത്തുകാർക്കും വേണ്ട, ഒരു പുത്തൻവാദിക്കും വേണ്ട. സുന്നത്തി ജമാഅത്തിന്റെ അലിമീങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ജാഹിലീങ്ങളൊന്നും മെനക്കെടുകയും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതെ സുന്നത്ത് ജമാഅത്തായ ഞങ്ങളെ പഠിപ്പിക്കാൻ ഒരു ജാഹിലും വരേണ്ടതില്ല. അതേ സമയത്ത് കടുത്ത ബിദ്അത്ത് പറയുന്ന ജാഹിലീങ്ങളായ നിങ്ങളെ ഞങ്ങൾ ഇരുത്തി പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു മഹാനെയും മാലിക് എന്ന് പറയരുത് എന്നോ, ഒരു മഹാനെക്കുറിച്ചും ഉടമസ്ഥൻ എന്ന് പറയരുത് എന്നോ. എന്നാൽ ഞങ്ങളുടെ നേതാവാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവര് പാടിയ പാട്ടാണ് യാ മാലികി കുൻ ശാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗിനാക. യാ മാലികി, എൻ്റെ ഉടമസ്ഥനായ, എൻ്റെ ഉടമക്കാരനായ ശൈഖ് റസൂലിനെ വിളിക്കുന്നു, മുത്തു റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് അവറുകളെ, അള്ളാഹിന്റെ ഹബീബെ എന്ന് വിളിക്കുകയാണ്. അബൂ ഹനീഫ ഇമാം സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളാണോ മൗലവി? എന്തായി പറയുന്നത്? പോട്ടെ, അള്ളെന്താ പറഞ്ഞ്? അള്ളെന്താ പറഞ്ഞ്? തുത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരം കൊടുക്കും. അധികാരം കൊടുത്താവോ മാലിക്കായില്ലേ? അയല്ലേ ചങ്ങായി നേരത്തെ ഫതൂർ റബ്ബാനി നീയെന്നെ വായിച്ചത് എന്ത്? മംലക്കത്തിഹി, അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ് ദുനിയാഹു ഉഖ്റാത്ത്, ദുനിയാഹു ആഖിറവും. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖ് മാലിക്കായില്ലേ? വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖതൻ, ഇതൊക്കെ എന്റേതാണ് ഹഖീഖത്തൻ, ഞാൻ അതിന്റെ ഉടമക്കാരനാണ് എന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ലഹുൽ മുൽക്ക് അറിഞ്ഞതിനെതിരെ അയാളൊക്കെ എവിടെ കൊണ്ടാ ചികിത്സിക്കണ്ടി? ലഹുൽ മുൽക്ക് അറിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. അവനല്ലേ സ്വയം അധികാരമുള്ളവൻ. മറ്റുള്ള അധികാരങ്ങളൊക്കെയും അല്ലാഹു കൊടുത്തതാണ്. അപ്പൊ അബൂ ഹനീഫ ഇമാമിന് പറ്റാത്ത സുന്നി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ആ പഴയ സുന്നിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ഇമാമാണ് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി. ആ കാലത്തെ വലിയ പണ്ഡിതനാണവർ. മീകായിൽ അലൈഹിസ്സലാമിനെ വരെ വിളിച്ചു വരുത്തി മഴ വേണമെന്ന നിർദ്ദേശം നൽകിയ മഹാനാണ് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി.
മഹാനവറുകളുടെ ഖസീദ തന്നെ പോരെ ഖുതുബിയ്യത്ത്. ഇത് കുൻതലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ നതാ أعطاك من قدرة ما شئت من مستطاع فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായി അങ്ങ് ജീവിച്ചപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഖുദ്റത്ത് തന്നു, അതാണ് ആ മഖാമ് തന്നു എന്ന് പറഞ്ഞ്. എന്നിട്ട് കണ്ടില്ല അതിന്റെ അപ്പുറത്ത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ്? വ്യക്തം സമസ്ത എന്ത് പറയുന്നു? ഒരു മഹാനെയും മാലിക് എന്ന് വിളിക്കരുത്, ഉടമക്കാരൻ എന്ന് വിളിക്കരുത്, ലഹുൽ മുൽക്ക് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഓ AP സമസ്തക്കാരെ, കുറ്റ്യാടിക്കാരാ, ഇന്റർനാഷണൽ ദാഴി, കേരള യാത്രക്കൊരുങ്ങുന്ന വലിയ മൂപ്പരെ പറയ്, എന്താ ഇതിൽ പറഞ്ഞത്? വ്യക്തമല്ലേ? അല്ലാഹു നിങ്ങൾക്കത് തന്നിട്ടുണ്ട്. മുഹിയുദ്ദീൻ ശൈഖുനാ പറഞ്ഞു നിങ്ങൾ അതിന്റെ ഉടമക്കാരനാണ്. എങ്ങനെയുണ്ട്? വലിഞ്ഞ് കുത്തുബിയത്ത് എല്ലാം പറ്റുമോ? വെറുതെയാണോ കുത്തുബിയത്ത് നിർത്തിവെക്കുന്നത്? വെറുതെയാണോ റാത്തീബ് നിർത്തിവെക്കുന്നത്? മാലിക് എന്ന് പറയാൻ പറ്റൂലെങ്കിൽ അബ്ദു എന്നും പറയാൻ പറ്റൂലല്ലോ. മാലിക്കായത് കൊണ്ടാണ് നമ്മൾ അബ്ദായത്. അബ്ദുക്കൽ മിസ്കീനു യർജു. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയണം പുതിയ വഹാബികൾ. അബ്ദുക്കൽ മിസ്കീൻ, നബി അങ്ങയുടെ പാവപ്പെട്ട അടിമ. എങ്ങനെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ റസൂലിന്റെ അടിമയായത് എങ്ങനെ? ഹബീബായ തങ്ങൾ നമ്മുടെ മാലിക്കാണ്, നമ്മുടെ ഉടമക്കാരനാണ്. ജമീഉൽ ആലം, എല്ലാ ലോകവും, ആ ലോകത്തിന്റെ മാലിക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പറയാൻ വേണ്ടി അഅ്ലാ ഹദറത്തിനെ പോലെയുള്ള മഹാരഥന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് മാലികു ജമീഇൽ ആലം എന്നത് സ്ഥിരപ്പെടുത്താൻ നമ്മുടെ ഉലമാ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലാഹു കൊടുത്തതാണ്. അവിടുത്തെ ഉന്നതമായ മഖാമിൽ അതുണ്ട്. അപ്പൊ ഈ AP സമസ്ത എവിടെ എത്തിപ്പോ? ഇന്നത്തെ ഏറ്റവും വലിയ ബിദ്അഈ പാർട്ടി ഇവരാണെന്ന് ഞാൻ വെറുതെ പറയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മാലിക്കല്ലേ? ഗൗസുൽ ആലം തങ്ങൾ നമ്മുടെ മാലിക്കല്ലേ? മഹാനരായ ശൈഖ് മടവൂരി ഖദ്ദസല്ലാഹു സിറ നമ്മുടെ മാലിക്കല്ലേ? നമ്മുടെ മശായിഖന്മാർ നമ്മുടെ മാലിക്കല്ലേ? ആർക്കാണ് സുന്നികൾക്കതിൽ തർക്കമുണ്ടോ? എന്നാൽ മാലിക്കുൽ മുൽക്കുണ്ട്. എല്ലാ മാലിക്കീങ്ങളുടെയും അധികാരത്തെയും അധികാരപ്പെടുത്തിയവൻ അവൻ മേലെയായ റബ്ബാണ്. അതാണോ ലഹുൽ മുൽക്കെന്ന് അല്ലാഹ് പറഞ്ഞത്? സിറാജുൽ തന്നെ മാലിക് ഇയാണോ? അല്ലേ? അത് ഞാൻ തന്നെയാണ്. അല്ലെങ്കിൽ മേത്ത് കുടിക്കുമല്ലോ. മാലിക്കല്ല എന്ന് പറയുന്നാൽ സിറാജുൽ എനിക്ക് യാതൊരു അധികാരമില്ല. കുറെ ആൾക്കാർ പൈസ ഒന്നും ഉണ്ടാക്കിയതാണല്ലത്. അപ്പൊ എങ്ങനെ ഈ മാലിക്കായത്? അവിടെ ഔലിയാക്കന്മാരെ വിഷയം വരുമ്പോൾ മാത്രം ഇതിന് പറ്റൂലെന്നോ? അപ്പൊ കുത്തുബിയത്ത് എല്ലാം പറ്റൂല, മങ്കൂസ് മൗലിദ് ഓതാൻ പറ്റൂല, അതുപോലെ തന്നെ ഷറഫ് അല്ലനാം ഓതാൻ പറ്റൂല, അബൂ ഹനീഫ ഇമാമിന്റെ ബൈത്ത് പറ്റൂല. പച്ചയിൽ പറഞ്ഞല്ലോ ഇപ്പൊ ഇതൊക്കെ. ഇനി നിങ്ങൾ ആരെ കാത്തുക്കാണ് കൂട്ടുകാരെ, സ്വയസ്സുകാരെ? ഇത്രയും പച്ചയിൽ അയാൾ ഇതെല്ലാം പറഞ്ഞതിന്റെ ശേഷം ഒരു ഇസ്തിഗാസ നടത്തണേ എന്നാണ് പറഞ്ഞതൊക്കെ ഒഴിവാവും. അയാൾ പറയുന്ന ഇസ്തിഗാസ ഈ ഇടപെടലാന്ന് ആദ്യം അയാൾ പറഞ്ഞു വെച്ചിന്. എന്നിട്ട് ആളുകളെ കണ്ണിൽ പൊടിയാനാണ് തവസ്സുൽ ഇസ്തിഗാസ ചെയ്യണം എന്ന് പറയുന്നത്. ഈ ഇസ്തിഗാസയാ ചെയ്യാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇസ്തിഗാസ ഉണ്ടോ? അതുകൊണ്ട് കടുത്ത വഹാബിസം. അതാ ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഞങ്ങളെ ഏറ്റവും വലിയ ശത്രു വഹാബിയല്ല, അവന്റെ വഹാബിസൊക്കെ ഇവിടെ എല്ലാവർക്കും വ്യക്തമായതാണ്. അതിലൊക്കെ മേലെ പോയി അവശനായ പിതാവിനോട് വരെ ഉപമിച്ചു. ആരെ? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഇനി എന്താ നിങ്ങൾക്ക് കുറിച്ച് പറയാനുള്ളത്?